ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത സാഖ്യയോഗം 2ാമത്തെ ചാപ്റ്റർ 45-46 ശ്ലോകങ്ങൾ ചൊല്ലാം. ധ്യാനം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവത്സിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലാം. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ യാവാനർത്ഥോധവാനെ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. അപ്പോൾ ആദ്യത്തെ 45-46 ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. 45ൻ്റെ അർത്ഥം നോക്കാം. അർജുന, ഹേ അർജുന, വേദ ത്രൈഗുണ്യ വിഷയ, വേദങ്ങൾ 3 ഗുണങ്ങൾ സത്വരജോസ്തമോ ഗുണങ്ങളെ സംബന്ധിച്ചവയാണ്. അതുകൊണ്ട് നിസ്ത്രൈഗുണ്യ ഭവ, അതുകൊണ്ട് നീ ത്രിഗുണങ്ങൾക്ക് അതീതനാവൂ എന്നാണ് അർജുനോട് പറയുന്നത്. നിർദ്വന്ദ്, നീ സുഖദുഃഖാദി ഭാവങ്ങൾക്കും അതീതനാവൂ. നിർദ്വന്ദ്വൻ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വഭാവങ്ങൾക്ക് അതീതനാവാൻ പറയാണ്. നിത്യസത്വസ്ഥ, സദാ സത്വശുദ്ധിയെ ആശ്രയിക്കുന്നവനാവൂ. ഈ 3 ഗുണങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് സത്വഗുണമാണ്. നിർയോഗക്ഷേമ, അതായത് യോഗക്ഷേമ ചിന്തയില്ലാത്തവനാവൂ. പിന്നെ ആത്മവാൻ ഭവ, അതായത് ആത്മനിഷ്ഠ ഉള്ളവനായിട്ട് നീ ഭവിക്കൂ എന്നാണ് പിന്നെ കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ എല്ലാ ജീവികളും ഉള്ളിലും 3 ഗുണങ്ങളാണുള്ളത്, സത്വരജസ് തമോ ഗുണങ്ങൾ. അതിനെ ഈ തമോ ഗുണവും രജോ ഗുണവുമാണ് മനുഷ്യനെ ഏറ്റവും ദുർബലനാക്കുന്നതും അലസനാക്കുന്നതും. അപ്പോൾ ആ ഗുണങ്ങളെ തന്നെ നമ്മൾ മറികടന്നാൽ തന്നെ സത്വഗുണത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ സത്വഗുണത്തിനെയും കടന്നു വരുമ്പോഴാണ് അയാൾക്ക് സമചിത്തത നേടാൻ കഴിയുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതുപോലെയാണെന്ന് ചോദിച്ചപ്പോൾ ചായ ഉണ്ടാക്കുന്നത് വെള്ളം, പാല്, പഞ്ചസാര, തേയിലൊക്കെ ചേർന്നാണ്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് കളയുക. പാലിനെ എടുത്ത് മാറ്റി, പഞ്ചസാര ഇല്ലാതെയായി, വെള്ളമില്ലാതെയായി, തേയില ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒന്നും ഇല്ലല്ലോ, പിന്നെ ചായയില്ല. അതുപോലെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതിന് മനസ്സിനെ അടക്കുന്നതാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. മനസ്സിനെ മനസ്സടക്കം. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് ഈ സത്വരജസ് തമോ ഗുണങ്ങൾ സദാ വർത്തിക്കുന്ന അതാണ്. അപ്പം അതിനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇല്ലാതെയാക്കുക. മനസ്സിനെ ഇല്ലാതെയാക്കിയാലും പിന്നെ നമ്മൾ സദാ ആ ഒരു അനന്ത സ്വരൂപത്തിൽ നമുക്ക് വർത്തിക്കാൻ കഴിയും എന്നും പറയുന്നു. അപ്പോൾ പിന്നെ പറയുന്നു, അപ്പോൾ നമുക്ക് മനസ്സിന് അതീതമായിട്ട് ഉയരും, അപ്പോൾ ഈശ്വരത്വം നേടാമെന്നാണ് പറയുന്നത്. അതാണ് നിസ്ത്രൈഗുണ്യ ഭവ എന്ന് പറയുന്നത്. ത്രൈഗുണങ്ങൾക്ക് അതീതനായിട്ട് ഭവിക്കൂ അർജുന എന്നാണ് പറയുന്നത്. അർജുനൻ നമ്മളൊക്കെ തന്നെയാണ്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുന്നത് എവിടെയും കിട്ടാത്ത മരുന്ന് കുറിച്ച് കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്മയാനന്ദ സ്വാമികളുടെ ബുക്കിൽ പറയുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഏതിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറയണം, ഇപ്പോൾ നമ്മളോട് പറയുകയാണ് നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് ഒരു നിർദ്ദേശവും കൂടെ തരണ്ടേ. അപ്പോൾ ആ നിർദ്ദേശം ആണ് പറയുന്നത്. പിന്നെ ത്രിഗുണങ്ങൾക്ക് അതീതനാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ത്രിഗുണങ്ങൾക്ക് അതീതനാവുക എന്നും കൂടെ പറയണ്ടേ. അതാണ് പ്രായോഗികമായ രീതി. അല്ലെങ്കിൽ ഡോക്ടർ ഇല്ലാത്ത മരുന്ന് കുറിച്ച് കൊടുക്കുന്നതിന് തുല്യമാവും എന്നും പറയുന്നു. അപ്പോൾ പറയുന്നത് ഈ ശോകമോഹത്താൽ ബന്ധിതമായ ഈ ഒരു സംസാരത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ആനന്ദ അനുഭൂതിയിലേക്ക് നമുക്ക് ശരിക്കും ഉയരാൻ കഴിയും. പക്ഷേ അതിന് സമചിത്തത നേടണം. സമചിത്തത നേടണമെങ്കിൽ ഈ ത്രിഗുണങ്ങൾക്ക് അതീതനാവണം എന്നും പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിർദ്വന്ദ്, അതായത് ശോകമോഹങ്ങൾ അകലുന്ന, അതായത് സുഖദുഃഖം, ശീതം ഉഷ്ണം, ജയം പരാജയം, ഇതൊക്കെയാണ് ദ്വന്ദ്വങ്ങൾ.
ആ ദ്വന്ദ്ങ്ങൾ നമ്മളെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും. ജയം വരുമ്പോൾ അനുകൂലം, പരാജയം വരുമ്പോൾ പ്രതികൂലം. ഇപ്പോഴൊക്കെ ഇലക്ഷൻ്റെ ഒരു സമയമാണ്. അപ്പോൾ കുറേ പേർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും, കുറേ പേർക്ക് പ്രതികൂലമായിട്ട് നടക്കും. പക്ഷേ അത് രണ്ടിലും ഒരുപോലെ മനസ്സ് വയ്ക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പറയുന്നു നിത്യസത്വസ്ഥനായിരിക്കുക, ഉള്ളിൽ വിക്ഷേപങ്ങളൊന്നുമില്ലാതെ. എന്തെങ്കിലും നമുക്കിപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര ആർക്കും പിടികിട്ടാത്ത ഒരു കാര്യമാണ് മനസ്സ്. അപ്പോൾ അതിൽ നിത്യസത്വസ്ഥ എന്ന് പറയുമ്പോൾ ഉള്ളിൽ വിക്ഷേപങ്ങളൊന്നും ഇല്ലാതെ, ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ, ഒന്നിലും കുടുങ്ങാതെ, വ്യാമോഹങ്ങളിൽ കുടുങ്ങാതെ ഇരിക്കുക. ചിലവരാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഇപ്പോൾ പറയുമ്പോൾ 1,00,000 ഇപ്പോൾ 2,00,000 ആക്കി തരാമെന്ന് പറഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ ആ പൈസ ഉള്ള 1,00,000 കൂടെ പോകും. അതാണ് ഈ വ്യാമോഹം. അപ്പോൾ വ്യാമോഹത്തിൽ പെടാതെ ഇരിക്കൂ എന്ന് പറയുന്നു. പിന്നെ യോഗക്ഷേമം എന്ന് പറയുമ്പോൾ അത് പിന്നെ ഗീത നമുക്ക് തരുന്ന ഉറപ്പാണ്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറയുന്നു. അതായത് നേടിയിട്ടില്ലാത്തതിന് നേടുന്നതാണ് യോഗം. ക്ഷേമം എന്ന് പറയുമ്പോൾ ആ കിട്ടിയതിനെ നിലനിർത്തുന്നതിനാണ് ക്ഷേമം എന്ന് പറയുക. അപ്പോൾ യോഗക്ഷേമം നേടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് LIC ഈ ഭഗവത്ഗീതയിൽ നിന്നാണ് അവരുടെ ആ ഒരു വാക്യം. യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് അവരുടെ പരസ്യത്തിൽ പറയുന്നത്, LICയുടെ. അതായത് നിൻ്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കാമെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അതാണ് LICയും എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അവരുടെ പരസ്യവാചകം. അപ്പോൾ ഇനി കർമ്മനിരതനായ ജീവിതത്തിലൂടെ പിന്നെ നമുക്ക് എല്ലാ ശാന്തിയും നേടാമെന്ന് പറയുന്നു. കർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. അപ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പലതും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പലയിടത്തും കൊണ്ടുപോയി അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് യോഗക്ഷേമത്തിന് വേണ്ടി കർമ്മനിരതനാവാൻ വേണ്ടി പറയുന്നു ഭഗവാൻ. പിന്നെ പറഞ്ഞു, നീ മൗഢ്യത്തിൽ നിന്ന് നിനക്ക് വന്ന വിഷാദത്തിനെ കളഞ്ഞ് കർത്തവ്യനിരതനാവാൻ. മൂഢതയെ കൊണ്ടാണ് നമുക്ക് എപ്പോഴും വിഷാദം ഉണ്ടാവുന്നത്. പിന്നെ പറയുന്നു, നിർദ്വന്ദ്വനും നിത്യസത്വസ്ഥനും, സത്വഗുണത്തിൽ വിരചിക്കുകയും ദ്വന്ദ്വഗുണങ്ങൾ നിന്നെ സ്വാധീനിക്കാതിരിക്കുകയും പിന്നെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്ക് ആ ഒരു നല്ല അവസ്ഥയിലേക്ക് നിനക്ക് ഉയരാൻ കഴിയുമെന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നു. പിന്നെ പറയുന്നു, ആത്മസ്വരൂപത്തിൽ തന്നെ ഉറച്ചിരിക്കുക. നമ്മൾ ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ ഒരു സ്വരൂപം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമാണ്. അത് ആനന്ദ സ്വരൂപമാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ദുഃഖം കണ്ടുപിടിക്കാൻ വ്യഗ്രതയോടെ ഓടി നടക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ചെറിയ കാര്യം മതി ദുഃഖിക്കാൻ. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, ഇതൊക്കെ മതി. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് മനുഷ്യൻ ദുഃഖിച്ചിങ്ങനെ നടക്കുന്നത്. അപ്പോൾ പറയുന്നു, ഈ സംസാര ദുഃഖങ്ങൾക്ക് അറുതി വരണമെങ്കിൽ ജീവൻ്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് അറിയണം. അതിനെയാണ് നമ്മൾ പറയുക ആത്മസാക്ഷാത്കാരം. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് ഈ ലൗകികമായ ഈ ചിന്തകളിലുള്ള ദുഃഖദുരിതങ്ങൾ അയാളെ കൂടുതൽ അലട്ടില്ല. മാത്രമല്ല അയാൾ ദ്വന്ദ്വങ്ങൾക്ക് അതീതനാവും. ദ്വന്ദ്വാതീതനും സുഖദുഃഖ ജയപരാജയങ്ങൾക്ക് അയാൾ അതീതനാവും. പിന്നെ ത്രിഗുണങ്ങൾക്ക് അതീതനാവും. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനാവും. പിന്നെ ലോകത്തിൻ്റെ ഈ ദുരിതങ്ങൾക്കും നിന്നും അയാൾ അതീതനാവും. കാരണം ഇതെല്ലാം ഒരു ഭഗവാന്റെ ഒരു മായയിലാണ് ഈ ലോകം എന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ വളരെ ബുദ്ധിയോടുകൂടി വളരെ ബുദ്ധിമാനായിട്ട് ജീവിക്കാൻ തുടങ്ങും. പിന്നെ പറയുന്നു, പിന്നെ അതുകൊണ്ട് പിന്നെ ഈ ലോകാതീതനും ദ്വന്ദ്വാതീതനും ഗുണാതീതനും ആയ ഒരു ആത്മജ്ഞാനം നേടിയ അതിനാണ് നിത്യമുക്തൻ എന്ന് പറഞ്ഞാൽ. മുക്തനായിട്ട് ജീവിക്കുക. അതായത് ഒന്നിലും ഒട്ടാതെ ജീവിക്കുക, ഒട്ടലില്ലാതെ ജീവിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ അതാണ് ആത്മസാക്ഷാത്കാരം നേടുക. ജീവൻ മുക്താവസ്ഥ എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പേര്. ആ ജീവൻ മുക്താവസ്ഥ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലുള്ള ആ ആനന്ദ സ്വരൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എല്ലാവരും ആനന്ദ സ്വരൂപികളാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ പിന്നെ ആ ആത്മജ്ഞാനിക്ക് പിന്നെ
എന്നും സ്ഥിരമായ ആനന്ദവും സന്തോഷവും ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് ആ വേദങ്ങളിലുള്ള അറിവ് പോലും അയാൾക്ക് ആവശ്യമില്ല. കാരണം ആത്മസ്വരൂപത്തിൽ നിഷ്ഠനായ ജ്ഞാനിക്ക് പിന്നെ വേറെ ഒരു അറിവിൻ്റെയും ആവശ്യമില്ല എന്ന് അടുത്ത ശ്ലോകം പറയുന്നു. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത പറയുന്നു. സർവത സംപ്ലുതോദകെ, സർവത എല്ലായിടത്തും, സംപ്ലുത ഉദകെ, ഉദക എന്ന് പറഞ്ഞാൽ ജലം, എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കെ, ഉദപാനെ കുളവും കിണറും തുടങ്ങിയ ചെറു ജലാശയങ്ങൾ കൊണ്ട് യാവാൻ അർത്ഥം എത്രത്തോളം പ്രയോജനമുണ്ടെന്നാണ് ചോദിക്കുന്നത്. വിജാനത ബ്രാഹ്മണസ്യ, അതായത് ബ്രഹ്മജ്ഞാനിക്ക്, ബ്രഹ്മത്തെ അറിഞ്ഞ ആൾക്ക്, സർവേഷു വേദേഷു, അതുപോലെ സർവ്വവേദങ്ങളെയും കൊണ്ട് താവാൻ അർത്ഥ അത്രത്തോളം പ്രയോജനമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ കുളവും കിണറിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനാണ്? നമുക്ക് കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ വെള്ളം തന്നെ നിറഞ്ഞ് പ്രളയ ജലത്തിൽ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു കുളം തേടി പോകേണ്ട ആവശ്യമുണ്ടോ? അതുപോലെയാണ് പിന്നെ വേദങ്ങൾ ഒക്കെ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത്, ആത്മജ്ഞാനം നേടിയ ആൾക്ക് പിന്നെ ആ വേദങ്ങളുടെ അറിവ് എന്ന് പറയുന്നതിന് അതിനെ സംബന്ധിച്ചിടത്തോളം അത് വേദങ്ങളെ വലിയതായിട്ട് ആശ്രയിക്കേണ്ട കാര്യമില്ല. വേദങ്ങളെയൊക്കെ അറിയാം. കാരണം വേദങ്ങൾ കർമ്മകാണ്ഡം, വേദങ്ങളിലെ കർമ്മകാണ്ഡം വാഗ്ദാനം ചെയ്യുന്നത് നീ കർമ്മം ചെയ്യൂ, എന്നിട്ട് ഈ ലോകത്തിലെ ഭോഗങ്ങളൊക്കെ ദിവ്യ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് വേദം പറയുന്നുണ്ട്. അപ്പോൾ ആ വേദത്തിൻ്റെ അറിവ് പോലും ആത്മജ്ഞാനം നേടിയ, ആത്മസാക്ഷാത്കാരം നേടിയ ആൾക്ക് ആ ഒരു അറിവിൻ്റെ പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതാണ് ബ്രഹ്മാനന്ദത്തിലെത്തുന്ന ആത്മജ്ഞാനി. ആ ഒരു വേദത്തിൻ്റെ അറിവ് പോലും ആ ആത്മജ്ഞാനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ സാധാരണയായിട്ട് മനുഷ്യരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് കർമ്മകാണ്ഡം. നമ്മുടെ ഈ ലോകത്തിൽ കർമ്മം ചെയ്തുകൊണ്ട് ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഒരു നല്ല ജീവിതം ജീവിക്കാൻ, അത് നമ്മുടെ വേദങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരെയും ഇങ്ങനെ കാഷായം ധരിച്ച് ഇങ്ങനെ തപസ് ചെയ്യാനൊന്നും അല്ല പറയുന്നത്. അത് നമ്മൾ ശരിക്കും നമ്മുടെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ ഒരു തെറ്റായ ധാരണ. അതുകൊണ്ട് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് പ്രത്യേകിച്ചും ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ സന്യാസിയായിട്ട് മാറുമോ എന്നുള്ള ഒരു പേടിയും കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നമ്മുടെ ഒരു തെറ്റായ ധാരണകളാണ്. നമുക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. നമുക്കൊരുപാട് അറിവില്ലായ്മയിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതാണ് ആദ്യമായിട്ട് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ പറയുന്നു, കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന സുഖങ്ങളൊക്കെയും നശ്വരങ്ങളും അപൂർണങ്ങളുമാണ്. എന്നാൽ ആത്മാനുഭൂതി നേടുമ്പോൾ അത് ശാശ്വതവും പൂർണ്ണവുമായിരിക്കും. ആ സുഖം എപ്പോഴും ശാശ്വതമായിരിക്കും. അതുകൊണ്ട് ആ ഒരു ജ്ഞാനം നേടിയ ആൾ നിത്യമായിട്ട് ശാശ്വതമായ ഒരു സുഖം അല്ലെങ്കിൽ അനുഭൂതി അല്ലെങ്കിൽ ആനന്ദാവസ്ഥയിൽ എത്തിച്ചേരും. അതാണ് ഈ യോഗികളൊക്കെ എപ്പോഴും അവർക്ക് എന്തൊക്കെയാണെങ്കിലും അവർക്കതൊന്നൊരു പ്രശ്നമല്ല ഈ ലോകത്തിൻ്റെ ഒരു കാര്യം. പിന്നെ അതുപോലെ യോഗി ആയില്ലെങ്കിലും ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതെന്തോ എങ്ങനെയാണ് അത് ജീവിക്കുകയെന്ന് വെച്ചാൽ അവർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ശാസ്ത്രം പറയുന്ന രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അവർക്കതിന് കഴിയുന്നത്. അപ്പോൾ ഇവിടെ വ്യാസഭഗവാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്ക് കാണിച്ചു തരികയും മൂഢരെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഫലാസക്തി കൂടാതെ ജീവിക്കുകയാണെങ്കിൽ, കർമ്മം ചെയ്യുകയാണെങ്കിൽ ഏതൊരു സാധകനും ചിത്തശുദ്ധി കൈവരാം എന്നും പറയുന്നു. അതുകൊണ്ട് പറയുന്ന എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പരമ്പൊരുളായിട്ടുള്ള ആ പരമാത്മ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ അത് നേടണമെങ്കിൽ സത്വരജസ് തമോ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഉയരണം.
ആ 3 അവസ്ഥ ആദ്യം സത്വഗുണത്തിലേക്ക് എത്തണം. തമോ ഗുണവും രജോ ഗുണവും നീക്കിയിട്ട് സത്വഗുണത്തിലെത്തുമ്പോൾ പിന്നെ സത്വഗുണത്തിൽ വർത്തിക്കുന്ന ആൾക്ക് സമചിത്തത നേടാൻ എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ ആ സമചിത്തതയിലെത്തിയ ആ ഒരു വ്യക്തിക്ക് പൂർണ്ണതയിലേക്കും പിന്നെ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ കഴിയും. പരിപൂർണത അനുഭവിക്കുന്ന ബ്രഹ്മജ്ഞാനി ഈ നശ്വര സുഖങ്ങളൊക്കെ അതിൽ താല്പര്യം അത്രയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെ പൂർണ്ണമായ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്നൊക്കെ പറയും. ആ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ശരിക്കും പറയുന്നത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ അറിയുക, ആ പൂർണ്ണതയിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. അത് പക്ഷേ നമ്മൾ ഒരു ജന്മം കൊണ്ടല്ല ഇവിടെ നമ്മൾ നേടുന്നത്, ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് എപ്പോഴാണോ പൂർണ്ണത എത്തുന്നത് അതുവരെ നമുക്കിങ്ങനെ ഓരോ പല രൂപങ്ങളെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ചും മരിച്ചും അതാണ് നമ്മുടെ ഈ ഒരു ശാസ്ത്രം പറയുന്നത്. അപ്പോൾ പറയുന്നു, വേദങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ശുദ്ധജ്ഞാനമാണ്, അതാണ് ആത്മസ്വരൂപം. ആ ജ്ഞാനത്തിനെയാണ് ആത്മസ്വരൂപം എന്ന് പറയുക. അപ്പോൾ പിന്നെ സത്യം സാക്ഷാത്കരിക്കുമ്പോൾ പിന്നെ അയാളുടെ ആ മൂഢത്വം ഒക്കെ മാറുന്നു, പരിമിതികളൊക്കെ നീങ്ങുന്നു. അപ്പോൾ അയാൾ വേദത്തെ പോലും അനുഗ്രഹിക്കാൻ ശക്തനായിട്ട് തീരുന്നു എന്ന് ചിന്മയാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനം പറയുന്നു. സ്വാമികൾക്ക് പ്രണാമം. അപ്പോൾ പറയുന്ന എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. താഴ്ന്ന ക്ലാസ്സുകൾ ഇപ്പോൾ അത് ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗുണഘോഷമൊക്കെ വളരെ പ്രധാനമാണ്. എന്നാൽ ഒരു വലിയ മാത്സിൻ്റെ ഒരു ബിരുദവും PhD ഒക്കെ എടുത്ത ആൾക്ക് പിന്നെ അയാൾ ഗുണകഷ്ടം പഠിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതുപോലെയാണ് പിന്നെ ആത്മജ്ഞാനിക്ക് വേദങ്ങളെ കൊണ്ട് അത്രയേ പ്രയോജനമുള്ളൂ എന്നാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. ഇതിൻ്റെ വേറൊരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിരന്തര സാധനയിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ത്രിഗുണങ്ങളെ നമുക്ക് മറികടക്കുകയും നമ്മളൊരു സത്വഗുണത്തിലേക്ക് നീങ്ങുകയും പിന്നെ നമുക്ക് ഒരു ആത്മസാക്ഷാത്കാരത്തിന് ഏതൊരാൾക്കും യോഗ്യതയുണ്ടെന്നും ഏതൊരാൾക്കും അതിലേക്ക് എത്താമെന്നും ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലൂടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് ഏതൊരാൾക്കും എത്താമെന്നും നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും ഭഗവത്ഗീതയും നമുക്കൊരു എന്താ പറയുക നമുക്കൊരു പ്രോമിസ് തരികയാണ്. നമുക്ക് ഇത് നേടാൻ കഴിയും എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടെ ചൊല്ലാം. നമോ ഭഗവതേ വാസുദേവായ. സാഖ്യയോഗം ചാപ്റ്റർ 2 45-46 ശ്ലോകങ്ങൾ. ത്രൈഗുണ്യവിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഓം തത്സത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ 2 ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.